നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോരക്കണ്ണും വലിയ കൊമ്പലും തൂങ്ങിയാടുന്ന ചെവിയുമുള്ള ഭൂതത്തിനെ, മനുഷ്യരെ കൊണ്ടുതിന്നുന്ന ഭൂതത്തിനെ. അങ്ങനെയുള്ള ഒരു ഭൂതത്തിന്റെയും സ്വന്തം മകനെ ഫ്രണ്ടിനേക്കാൾ സ്നേഹിക്കുന്ന ഒരമ്മയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് കോറക്കെട്ടിന് മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വൈപോക്കരെയെല്ലാം വൈതെറ്റിച്ച് കൊണ്ടുപോകും. പറ്റികയാണ് അവന്റെ പതിവ്. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വൈപോക്കരോട് അവൻ പലതും ആവശ്യം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു നമ്പൂതിരി ഭക്ഷണം കഴിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ആ പൂമരച്ചോട്ടന്റെ താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം ഭക്ഷണം നിർത്തിക്കൊണ്ട് ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം നമ്പൂതിരി മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പൂതിരിയെ പിന്നെ ആരും കണ്ടില്ല. അയിടക്കാണ് കുന്നിൻ ചെരുവിലെ നങ്ങേലിയുടെ മകൻ യുദ്ധ പഠിക്കാൻ പോയത്. നല്ല തങ്കക്കുണം പോലത്തെ കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. ഞാൻ ഈ കുട്ടിയെ വളർത്തിയാൽ എന്ത്? ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ നങ്ങലിക്കാരഞ്ഞുകൊണ്ട് മലമുകളിൽ അന്വേഷിച്ചു. അപ്പോഴാണ് ആ വയലിലൂടെ വന്ന ചാത്തനെ കണ്ടത്. ചാത്ത എന്റെ കുഞ്ഞിനങ്ങാനെ വയലങ്ങാനം കണ്ട ചാത്ത പറയും ഊതമ്പരാട്ടി മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചമ്പ്രാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിലെ ഭീകരനായ ഭൂതമാണ് തന്റെ ഉണ്ണിയെ കൊണ്ടുപോയത്. ഞങ്ങളിനെട്ടരോട് മനസ്സിലായി. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഭൂതത്തിനടുത്തേക്ക് പോയി. അല്ലയോ കുന്നിൻചെരുവിലെ ഭൂതമേ, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരും. ഉണ്ണിയുടെ അമ്മ എത്തിയപ്പോൾ ഭൂതം എന്ത് ചെയ്തെന്ന് പറയും. കൊടും കാച്ചോണ്ട് പിന്തിരിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ പതറിയില്ല. അവസാന ഭൂതം പറഞ്ഞു, നിന്റെ രണ്ട് കണ്ണും ചൂന്നടത്തി എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാവം അമ്മ തന്റെ ഉണ്ണിയെ കിട്ടാൻ രണ്ട് കണ്ണും ചൂന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണം. അമ്മക്ക് കണ്ണില്ലല്ലോ. ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രം ജപിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലി തലോടി. നങ്ങേലിക്ക് മനസ്സിലായി തന്റെ ഉണ്ണിയല്ല. പെറ്റ വീട് പഞ്ചിക്കുന്ന ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. നങ്ങേലി ഉടനെ ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ വിഷമം തനിക്ക് താങ്ങാൻ കഴിയില്ലാന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണും ഉണ്ണിയെയും തിരികെ നൽകി. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ അമ്മമാർ നമ്മളെ തല്ലും ശകാരിക്കും. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. അമ്മമാരുള്ള സ്നേഹം മക്കൾക്കില്ലെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ട് ഒഴുകില്ല. നന്ദി, നമസ്കാരം.